സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസയുടെ ശ്രദ്ധ തിരിക്കാനും കൺമണിയെയും കൃഷ്ണയെയും ഒന്നിപ്പിക്കാൻ സാഗറിൻ്റെയും സുജാതയുടെയും സമ്മതം വേണമെന്നും ആഗ്രഹിച്ച് കൃപ ആ സത്യം അവരോട് പറയാൻ തീരുമാനിക്കുന്നുണ്ട്. ഇത് കേട്ടാൽ ആൻറ്റിയമ്മയുടെ കൂടി മനസ്സ് മാറിയിരിക്കുമല്ലോ. ഇതൊരു നിസ്സാര കാര്യമല്ലല്ലോ, അതുകൊണ്ട് എന്തുകൊണ്ടും ഒന്നായില്ലേ, അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും ഇല്ലല്ലോ. കല്യാണം കഴിച്ച സ്ഥിതിക്ക് നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞ് പെർഫോമൻസ് ചെയ്താലും കൺമണിയെ തള്ളി കളയില്ല കൃഷ്. അങ്ങനെ ഒരു പെണ്ണിനോട് ചെയ്യാൻ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് അവർ ചിന്തിക്കുമെന്നൊക്കെ പാവം കൃപ വിചാരിച്ചിരിക്കണം. അതുകൊണ്ട് ഏട്ടനെ ഈ അനീതിയുടെ കയ്യിൽ നിന്നുള്ള ഏറ്റവും വലിയ സമ്മാനമായിക്കോട്ടെ ഇത് എന്നും കൃപ ചിന്തിക്കുന്നുണ്ട്. ഇതോടുകൂടി മാനസ എന്ന ശല്യം ഈ കുടുംബത്തിൽ ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകുമല്ലോ. അങ്ങനെ ഏട്ടനും കൺമണിയും ഒരുമിച്ച് ജീവിക്കുമല്ലോ എന്നും കൃപ വിചാരിക്കുന്നുണ്ട്. മാനസ ഇത് ആദ്യം ഒന്ന് വയലൻ്റ് ആക്കുന്നുണ്ടെങ്കിലും പിന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് വിട്ടുപോകുമല്ലോ. അച്ഛനും അമ്മയും ആൻറ്റിയമ്മയും ആദ്യം വയലൻ്റ് ആകുമായിരിക്കും, എങ്കിലും പിന്നീട് അവർ സമ്മതിക്കും. ഏട്ടനെയും ഏട്ടൻ്റെ ഇഷ്ടങ്ങളെയും അവർക്ക് അങ്ങനെ തള്ളിക്കളയാനായിട്ട് കഴിയില്ലല്ലോ എന്നും കൃപ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഇതറിയിക്കാൻ ഇതിലും നല്ല സിറ്റുവേഷനുമില്ല. എത്രയും പെട്ടെന്ന് ഏട്ടനും കൺമണിക്കും ഒന്നിക്കാൻ കഴിയണമെന്ന് വിചാരിച്ച് കൃപ അക്കാര്യം പറയുകയാണ് കേട്ടോ. ഇത് കേട്ട് ഷോക്ക്ഡ് ആവുകയാണ് സാഗറും സുജാതയും ആൻറ്റിയമ്മയും. സാഗറിന് അത് കേട്ട് അല്പം സന്തോഷമൊക്കെ ആകുന്നുണ്ടെങ്കിലും കൃഷ് തന്നിഷ്ടമാണല്ലോ കാട്ടിയത്, ഇതല്പം കൂടിപ്പോയി എന്ന് വിചാരിച്ച ദേഷ്യം കൊണ്ട് വിറയ്ക്കാണ്. ആ ദേഷ്യം കൃപയോട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നീ എന്താ പറയുന്നത്, നിനക്ക് വല്ല ബോധം ഉണ്ടെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട് ഞാൻ പറയുന്നത് സത്യമാണ് അച്ഛാ, അവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കൃപ. മാനസ അത് നേരത്തെ അറിഞ്ഞതിനാൽ അവൾക്ക് വലിയ ഞെട്ടലൊന്നും തോന്നുന്നില്ല കേട്ടോ. അവൾ കൂളായിട്ട് തന്നെ നിൽക്കുകയാണ്. നീ അവരുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളോട് വെറുതെ വിളവെടുക്കരുത്, അതോ നിന്നോടവൻ പറഞ്ഞോ ഇങ്ങനെ കള്ളത്തരം പറയാനൊക്കെ സാഗർ ചോദിക്കുമ്പോൾ അടവെടുക്കുന്നതും അഭിനയിക്കുന്നതും മാനസയാണ് എന്ന് പറയുമ്പോൾ നീ കള്ളം പറയരുത്, എനിക്കറിയാം എൻ്റെ മകനെ കൃഷ് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറയുന്നുണ്ട് സുജാത. ആ സമയം കൃഷും കൺമണിയും അവിടേക്ക് വരുന്നുണ്ട്. അവർ കല്യാണം കഴിച്ചോട്ടെ എന്ന് സാഗർ ഒരിക്കൽ ചിന്തിച്ചിരുന്നുണ്ടെങ്കിലും കൃഷ് ഇത് കാട്ടിയത് ഒരു ധിക്കാരമാകാൻ പാടില്ലെന്നും സാഗർ ചിന്തിക്കുന്നുണ്ട്. കല്യാണം കഴിക്കേണ്ടി വന്ന സിറ്റുവേഷൻ സാഗറിന് അറിയില്ലല്ലോ. അങ്ങനെ കൃഷ്ണനോട് സാഗർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് കൃപ പറയുന്നുണ്ട്. എന്താണ് സത്യം, എന്താ സംഭവിച്ചത്, കാര്യങ്ങൾ വിശദമായിട്ട് എനിക്കറിയണമെന്ന് പറയുമ്പോൾ കൃപ കൺമണിയുടെ താലി പൊക്കി കാണിച്ച് ദേ കണ്ടില്ലേ താലി, ഇനി ഞാൻ പറഞ്ഞത് എങ്ങനെയാ കള്ളമാകുന്നെന്നും ചോദിക്കുകയാണ്. ആൻറ്റിയമ്മയാണെങ്കിൽ ഉറഞ്ഞു തുള്ളി അനിയൻകുട്ട ഇവളെ പിടിച്ച് പുറത്താക്കുക കള്ളി പെരുങ്കള്ളി എന്നും പറയുന്നു. മാനസയാണെങ്കിൽ അവിടെ കോലാഹലം ശരിക്കും ആസ്വദിച്ച് നിൽക്കുകയാണ്. കാരണം അവൾക്കിപ്പോൾ കൃഷ്ണനെ വേണ്ടല്ലോ. പെട്ടെന്ന് കൃഷ് കൺമണിയെ ചേർത്ത് പിടിച്ചിട്ട് ഇവളിപ്പോൾ പഴയ കൺമണിയല്ല, ഇവൾ എൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചിരിക്കുമെന്ന് പറയാണ്. ഇത് കേട്ട് ആൻറ്റിയമ്മ അന്താളിച്ച് കണ്ണു മെഴുകുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് മിണ്ടിപ്പോകരുത്, നീ ധിക്കാരം കാണിച്ചിട്ട് ഞെളിയുന്നോടാം, ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന്, ഇനി നിന്നെ ഇവിടെ കാണരുതെന്ന് പറയാണ്. അങ്ങനെ സാഗറിൻ്റെ വാക്കുകളിലും ഒട്ടും അടി പതറാടെ കൺമണിയുടെ നെറ്റിയിൽ കുങ്കുമം തൊട്ട് കൊടുക്കുകയാണ് കൃഷ്. എന്നിട്ട് നമ്മൾ ഇനി രണ്ടല്ല ഒന്നാണെന്ന് പറഞ്ഞ് കൺമണിയുടെ കൈ പിടിച്ച് പുറത്തിറങ്ങാണ്. എൻ്റെ ഭാര്യ കൺമണിയാണ്, അതിനൊരു മാറ്റവും ഇല്ല എന്നും കൃഷ് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്.